അവരവിടെ സമരം കടുപ്പിക്കുകയാണ്. 50 ദിവസമായിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ആ ഒരു നിലപാടിൽ ഇങ്ങനെ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവർ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ്. അജീഷ് വീണ്ടും ചേരുന്നുണ്ട്. അജീഷ്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല സംഘടനകളും പ്രതിപക്ഷ സംഘടനകൾ ഇങ്ങനെ ഈ സമരത്തെ അനുകൂലിച്ച് വരുന്നുണ്ട്. അതുമാത്രമല്ല, സമൂഹത്തിൽ പല മേഖലകളിൽ നിന്ന്, സാംസ്കാരിക മേഖലകളിൽ നിന്നൊക്കെ തന്നെ പലരും ഇതിനെ അനുകൂലിച്ച് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്ന് പറയുമ്പോഴും 50 ദിവസം നിസ്സാരമല്ല, ഒന്നും രണ്ടുമല്ല, 50 ദിവസമായിട്ടും ഇതിനൊരു പരിഹാരമാകുന്നില്ല. അതുതന്നെയാണ് അവരെയും വേദനിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ കർശനമായി തന്നെ നടപടികളുമായും അവർ മുന്നോട്ട് പോവുകയാണ്. ഈ പിന്തുണ അർപ്പിച്ചവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ രാവിലെ ഈ സമരപ്പന്തലിൽ കണ്ടത് കുറച്ച് വൈദികരെയാണ്. ഈ വൈദികർ ഇവിടെ എത്തി ആദ്യം ഇവർക്ക് ഈ പിന്തുണ അർപ്പിച്ച് ഒരു പ്രസംഗം നടത്തി അവർ മടങ്ങിയിരുന്നു. പിന്നീട് ഈ മുടിമുറിക്കൽ സമരം തുടങ്ങിയ സമയത്ത് അവർ വീണ്ടും തിരിച്ചു വന്നു, ഇവിടുത്തെ കസേരയിലിരുന്നു. അവരും ഈ സമരത്തിനോടൊപ്പം ഐക്യദാർഢ്യം പ്രാപിച്ച് അവരും മുടി മുറിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ പല സമയങ്ങളിലായി പല രാഷ്ട്രീയ സംഘടനകൾ, അതേപോലെ തന്നെ പോഷക സംഘടനകളിലുള്ളവരൊക്കെ തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു. അത് തന്നെയായിരുന്നു ഇവരുടെ ഊർജ്ജവും. കാരണം ഈ സമരം തുടങ്ങിയ സമയത്ത് അത് ആളില്ലാ സമരം എന്നൊക്കെ പരിഹസിച്ച് CITU നേതാക്കളടക്കം രംഗത്തെത്തിയിരുന്നു. ഇവരുടെ നേതാക്കളെ അടക്കം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവർ കാര്യമായി എടുത്തില്ല. അതിനൊക്കെ മറുപടി പറഞ്ഞും ഈ സമരം കൂടുതൽ ശക്തമാക്കിയും പല ജില്ലാ കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ സമരം നടത്തിയും ഇവർ അതുമായി മുന്നോട്ട് പോയി. മാത്രമല്ല, സമരമുറകൾ അവർ ഓരോ ഘട്ടത്തിലും മാറ്റിക്കൊണ്ടിരുന്നു. ആദ്യം രാപ്പകൽ സമരം മാത്രമായിരുന്നു, പിന്നീട് സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കമുള്ള വലിയ സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ വലിയ പങ്കാളിത്തമായിരുന്നു ഈ സമരവേദിയിൽ ഉണ്ടായിരുന്നത്. കൂടാതെ പിന്നീടാണ് 12 ദിവസം മുമ്പാണ് ഇവർ നിരാഹാര സമരമെന്ന മറ്റൊരു സമരത്തിലേക്ക് കടക്കുന്നത്. ഇവരുടെ ഓരോരുത്തരും 3 പേർ വീതം നിരാഹാര സമരം ഇരുന്നു. അതിനുശേഷം പിന്നീട് അവർക്ക് ആരോഗ്യാവസ്ഥ മോശമാകുമ്പോൾ മറ്റൊരാൾ പകരം കിടന്ന് അങ്ങനെ സമര മുറകൾ മാറ്റിക്കൊണ്ടായിരുന്നു ഇവർ ഈ 50 ദിവസം മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും ഇവരുടെ ഒരാവശ്യവും സർക്കാർ പരിഗണിച്ചിരുന്നില്ല, സർക്കാർ കേട്ടിരുന്നില്ല. ഈ ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നമ്മൾ പ്രതികരണങ്ങൾ തേടുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കാം, പക്ഷേ ആദ്യം അവർ സമരം അവസാനിപ്പിക്കട്ടെ. ഈ പണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 25,000 വരുന്ന ആശാ ജീവനക്കാർക്ക് അവരുടെ ഓണറേറിയം 3 ഇരട്ടി വർദ്ധിപ്പിക്കുന്നത് അതൊട്ടും ഫീസിബിൾ ആകില്ല എന്നൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ആ കേന്ദ്രവും ഇവർക്ക് അനുകൂലമായി, കേന്ദ്രമന്ത്രിയൊക്കെ ഇവിടെ എത്തി ഇവർക്ക് അനുകൂലമാണെന്ന് പറയുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം. ഇവരെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തായാലും സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ഇവരുടെ ആവശ്യങ്ങൾ അത് എന്തായാലും, അത് 3 ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. അത് 21,000 ഓണറേറിയമാക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, അതേപോലെ തന്നെ ഇൻസെൻറ്റീവിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയതായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, 21,000 രൂപ പ്രതിദിനം 700 രൂപ മാത്രമാണ് ശമ്പളം. അതൊന്നും വലിയൊരു തുകയല്ല. സർക്കാരിനത് നൽകാമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്, നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ സർക്കാർ ഉടനടി അത് ഇവർക്ക് കേട്ട് പരിഹരിച്ചു കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ കൈവിടുന്നില്ല. പക്ഷേ 50 ദിവസമാകുന്നു, ഇതുവരെ അത്തരത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച, ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ചയ്ക്കൊക്കെ ഇത് വന്നെങ്കിലും സർക്കാരിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാകുന്നില്ല. രണ്ടുപേരും ഒരു സമവായത്തിലേക്ക് വരണം. അവർ ആവശ്യപ്പെടുന്നത് അവരുടെ, നമ്മൾക്ക് അറിയാമല്ലോ ഇത്ര രൂപ ശമ്പളമൊക്കെ കിട്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്. ഓരോ മനുഷ്യരും പറയുന്നത് കേൾക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് അഹങ്കാരമല്ല, ശരിക്കും പറഞ്ഞാൽ 10,000 രൂപയൊന്നും ഒന്നിനുമില്ല. അതുപോലൊരു അവസ്ഥയിലാണ് അവർ ദിവസം ഇത്ര രൂപയെ കിട്ടുന്നുള്ളൂ, അത് കൂട്ടിത്തരണമെന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. ഇനി അഥവാ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സാങ്കേതികതയൊക്കെ അവരോട് പറഞ്ഞു മനസ്സിലാക്കി സമവായ ശ്രമത്തിൽ മുന്നോട്ട് പോകണം. അതല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതാണ് നമുക്കും വീണ്ടും പറയാനുള്ളത്.